അപ്പൊ ഈ അവമാനം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ? വെള്ളത്തിൽ പറയുന്ന പോലെ അതാണ് ജീവിതം അല്ലേ? അന്ന് അപമാനിക്കപ്പെടാനുള്ളതൊക്കെ നമ്മുടെ ഉണ്ടെന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് നന്നായത് കൊണ്ട് നന്നായി, അതുകൊണ്ട് നന്നായി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നന്നായവന്റെ കഥയല്ലേ കേൾക്കുന്നുള്ളൂ. അധ്വാനങ്ങളൊക്കെ പെട്ടിട്ടും ഇതുപോലെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടിട്ടും ഒക്കെ എത്തിപ്പെടാൻ പറ്റാത്ത. അതായത് ചിലര് ഒരു പരാജയത്തിൽ നിന്ന് ചിലര് പഠിക്കും, ചിലര് നമുക്ക് നമ്മുടെ എതിരെ നിൽക്കുന്നവൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് കുറച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പരിണാമത്തിൽ എവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയത്, എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, ഏത് തിയറിയിലാണ് ഇവനിപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്, എന്ത് തിയറി കൊണ്ടാണ് ഇവനിപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, എന്ത് തിയറി കൊണ്ടാണ് ഇവൻ എന്നെ ചീത്ത വിളിച്ച് കമന്റ് ഇട്ടെങ്കിൽ ഇതിനൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ, ഞാനിവനെ അറിയത്തില്ലല്ലോ. എന്നിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, എനിക്ക് ആ കാരണം പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ എന്തിനായിരിക്കും ഇവൻ എന്നെ ചീത്ത വിളിച്ചതെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കറിയാം അവൻ അങ്ങനത്തെ ഒരു